ശിവായ. ഓം ഹര ഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖങ്ങൾ ഉണ്ടാകട്ടെ. ഗുരു എന്ന് പറയാൻ പോകുന്ന കഥ, ഇന്ദ്രിയത്തിൽ ദേവേന്ദ്രനായ മനസ്സിൽ അഹങ്കാരമുണ്ടായതിനെ തുടർന്ന് ആ മനസ്സുകൾ, അന്ന് ആ സമയത്തുള്ള മനസ്സുകളിലെല്ലാം അഹങ്കാരം വമിക്കുകയും അങ്ങനെ ഈശ്വരനെ തിരിച്ചറിയാതെ പോവുകയും അങ്ങനെ ഈശ്വരനെ തിരിച്ചറിയാതെ പോകുന്നതിന്റെ ഫലമായിട്ട് രാക്ഷസീയ ഭാവങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ആ രാക്ഷസീയ ഭാവം സൃഷ്ടിയെയും സ്ഥിതിയെയും വരെ ബന്ധിപ്പിക്കുകയും ഒക്കെയും ചെയ്ത ഒരു കഥയാണ് ജലന്ധരന്റെ ഉൽപ്പത്തി. ഈ കഥ കേൾക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതു പ്രദേശത്താണോ, ഏതു രാജ്യത്താണോ, അല്ലെങ്കിൽ നിങ്ങൾ വസിക്കുന്ന ഏത് ഒരു മേഖല, അതൊരു മേഖലയാണോ, അവിടെ ജനങ്ങൾ ഭഗവാനെ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്ന് അവിടുത്തെ കോപാഗ്നി ഉണ്ടാകും. ആ അഗ്നി ചില രാക്ഷസീയ ഭാവങ്ങളെ സൃഷ്ടിക്കും. ആ സൃഷ്ടി ചിലപ്പോൾ സ്ഥിതിയെ വരെ ബന്ധിക്കും. അങ്ങനെ വരുമ്പോൾ കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, ഇങ്ങനെ പറയുന്ന പല പ്രകൃതിക്ഷോഭങ്ങളിലേക്കും അത് വന്ന് സംഭവിക്കാം. ഭഗവാനെ അറിയാതെ പോകരുത്. ഭഗവാനെ അറിയുക, കാരണം അതൊരു ഊർജമാണ്. ഭഗവാന്റെ ജപങ്ങൾ ഒരു ഊർജമാണ്. ആ മന്ത്രാക്ഷരങ്ങൾ ഒരു ഊർജമാണ്. അത് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് പോലെ ഈ പ്രകൃതിയെയും നിലനിർത്തണമെങ്കിൽ ജപം ആവശ്യമാണ്. പ്രപഞ്ചത്തിൽ എപ്പോഴും എപ്പോഴും ഈ നാദം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി അതിനും മുകളിലോട്ട് പോയാൽ നമഃ ശിവായ, അതും നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലൊരു കഥയാണ് ഇവിടെ ഗുരു പറയുവാൻ പോകുന്നത്. ഉഗ്രപ്രഭാവനായ ജലന്ധരന്റെ കഥയാണ്. ജലന്ധരൻ എന്ന് പറയുന്ന ഒരു ആളുടെ ഉൽപ്പത്തി. ഉഗ്രപ്രഭാവനായ ഒരു അസുരനായിരുന്നു ജലന്ധരൻ. പാൽക്കടലാണ് ജലന്ധരന്റെ പിതാമഹൻ. കണ്ടോ, ഇവിടെ പിതാവ്. അങ്ങനെ കടലിന് പുത്രരെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടോ? അന്ധമായിട്ടൊരു കഥയും ശ്രവിക്കരുത്. അതിൻ്റെതായ തത്വങ്ങൾ അനുസരിച്ച് വേണം നിങ്ങൾ കേൾക്കുവാൻ. പാൽക്കടൽ എന്താണ്? പാൽക്കടല കടഞ്ഞാണ് പാലാഴിമതനം, കേട്ടിട്ടില്ലേ? അപ്പോൾ അത് കടഞ്ഞാണ് എന്ത് അമൃതെടുത്തതും അവിടെ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായതും മഹാലക്ഷ്മി ഉണ്ടായതും. പാലാഴിമതനം കഥ അതൊക്കെ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ച് വായിക്കുക നിങ്ങൾ മക്കളെ. അപ്പോൾ ആ പാൽക്കടലാണ് ജലന്ധരന്റെ പിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൃഷ്ടികൾ ഉണ്ടാകുമ്പോൾ ചന്ദ്രന്റെയും മഹാലക്ഷ്മിയുടെയും അമൃതത്തിന്റെയും അങ്ങനെ ദേവഗണങ്ങളുടെയും ഒക്കെയും സൃഷ്ടികളുടെയും ഒക്കെ ആ പാൽക്കടൽ സമയത്തുള്ള കഥ ഗുരു ഒരു സമയത്ത് പറഞ്ഞു തരികയുണ്ടായി. അപ്പോൾ ആ പാൽക്കടൽ തന്നെയാണ് പിതാവ് എന്ന് പറയുമ്പോൾ മനുഷ്യരിലേക്ക് ഉണ്ടാക്കപ്പെട്ട ഒരു സ്വഭാവത്തെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. അങ്ങനെ ദേവന്മാർ അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞ വിവരം രാഹുവിൽ നിന്നിറങ്ങിയ ജലന്ധരൻ ദേവന്മാരുമായി ഒരു ഘോര യുദ്ധം നടത്തി. യുദ്ധത്തിൽ ഇന്ദ്രനും വിഷ്ണുവും പരാജിതരായി. കേട്ടല്ലോ, ഇന്ദ്രനും പരാജിതരായി, വിഷ്ണുവും പരാജിതരായി. വിഷ്ണുവിനെ ബന്ധിച്ച് സമുദ്രത്തിൽ ഒളിപ്പിച്ചു. ഭഗവാൻ വിഷ്ണുവിനെ ഈ ജലന്ധരൻ എന്ത് ചെയ്തെന്നറിയോ? ബന്ധിച്ചിട്ട് സമുദ്രത്തിനകത്ത് ഒളിപ്പിച്ചു കഴിഞ്ഞു. അതായത് ആ പറയുന്നതിന്റെ കാര്യം, വിഷ്ണു എന്ന് പറയുന്നത് സ്ഥിതിയാണ്. ഇവിടെ നടക്കുന്ന സൃഷ്ടികളെ യഥാസ്ഥാനത്ത് സ്ഥിതി ചെയ്യിപ്പിച്ചു. ആ സ്ഥിതികോർജം നൽകേണ്ടത്, അല്ലെങ്കിൽ സ്ഥിതിക്ക് നൽകേണ്ടത് ആരാണ്? വിഷ്ണുവാണ്. അപ്പോൾ അത് ഇല്ലാതായി എന്നാണ്. അതിനെയൊക്കെ ഇല്ലാതെയാക്കുന്ന രീതിയിലേക്ക് അസുരന്റെ പ്രവർത്തനം മാറി. അതുകൊണ്ടാണ് വിഷ്ണുവിനെ ബന്ധിച്ച് സമുദ്രത്തിൽ ഒളിപ്പിച്ചു എന്ന് പറയുന്നത്. വിവരമറിഞ്ഞ് കോപിഷ്ഠനായ ഭഗവാൻ ശിവൻ പടക്കളത്തിലിറങ്ങി ജലന്ധരനെ വധിച്ചു. ജലന്ധരന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള കഥയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ജലന്ധരൻ ഉണ്ടായത്? ഒരിക്കൽ ദേവഗുരുവായ ബൃഹസ്പതിയും ദേവേന്ദ്രനും കൂടി ശിവഭഗവാനെ ദർശിക്കാനായി ഭക്തിപൂർവ്വം കൈലാസത്തിലെത്തി. ശിവൻ ഈ വിവരം എങ്ങനെയോ അറിഞ്ഞു. ഭഗവാൻ മഹേശ്വരൻ ഗുരുവിന്റെയും ഇന്ദ്രന്റെയും ജ്ഞാനം ഒന്ന് പരീക്ഷിക്കുവാൻ തന്നെ നിശ്ചയിച്ചു. ഭഗവാൻ ദിഗംബരനായി നിന്നുകൊണ്ട് അവരുടെ വഴി തുടങ്ങി. അദ്ദേഹം ശിരസിൽ ജടകെട്ടിയിരുന്നു. മുഖത്തിൽ അത്യന്തം കാന്തി പരന്നിരുന്നു. വളരെ സന്തോഷത്തോടെ അവിടെ എത്തിയ ബൃഹസ്പതിയും ഇന്ദ്രനും വഴി തടഞ്ഞു നിൽക്കുന്ന ഭയങ്കരനായ ആ അത്ഭുത രൂപിയെ കണ്ടു. ആ തടിച്ച മനുഷ്യൻ അതിതേജസ്വിയും ശാന്തനുമായി കാണപ്പെട്ടു.
ശിരസിൽ ജട ധരിച്ചിരുന്നു. അയാൾ നീണ്ട കൈകളും വിരിഞ്ഞ മാറിടവും ഭയാനകമായ കണ്ണുകളും വെളുത്ത നിറമുള്ളവനായിരുന്നു. ആ പുരുഷനെ കണ്ട് ദേവേന്ദ്രൻ വലിയ അഹങ്കാരത്തോടെ ചോദിച്ചു, നീ ആര്? എവിടെ നിന്ന് വരുന്നു? നിന്റെ പേരെന്ത്? ഇന്ദ്രന് ആളെ ശരിക്കും മനസ്സിലാകാത്തത് മൂലം വീണ്ടും ചോദിച്ചു. ഈ ഇന്ദ്രന്മാരും ദേവേന്ദ്രന്മാരും ഒക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഗുരു പ്രപഞ്ചോൽപത്തിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പ്രപഞ്ചോൽപത്തി കേൾക്കാത്തവർ പോയി കേൾക്കുക. ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സകല ഇന്ദ്രിയങ്ങളുടെയും അധിപനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പോൾ ആ മനസ്സ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്ന ഭഗവാനെ കാണാതെ നീ ആര് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ അവിടെ സംജാതമായിരിക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മുടെ മനസ്സ് ഇപ്പോഴൊക്കെ പലരും ആ ഭഗവാനെ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ് ചോദിക്കുന്നത്. തൊട്ടടുത്ത് ഗുരുവുണ്ട്, എന്നാലും ഗുരുവിനറിയാം, ഗുരു പറഞ്ഞാലും കേൾക്കാനുള്ള മനസ്സില്ലല്ലോ. അപ്പോൾ മനസ്സ് ആകെ മാറിയിരിക്കുന്നു. അപ്പൊ ശംഭു ഇവിടെ ഉണ്ടോ? ഒന്ന് പോയി തിരക്കി വരിക എന്ന് ദേവേന്ദ്രൻ ആ നിൽക്കുന്ന ആളോട് ചോദിച്ചു. ഇന്ദ്രൻ ചോദിച്ചത് കേട്ടിട്ടും ദിഗംബരൻ കേട്ട ഭാവം പോലും കാണിച്ചില്ല. വീണ്ടും ഇന്ദ്രൻ ചോദിച്ചെങ്കിലും ആ താപസൻ ഒന്നും പറഞ്ഞതുമില്ല. ഇന്ദ്രനുണ്ടോ വിടുന്നു. അയാൾ ധിക്കാരപൂർവ്വം പിന്നെയും അതേ ചോദ്യം ആവർത്തിച്ചു. ഭഗവാനാകട്ടെ അയാളെ പരീക്ഷിക്കുന്നതിലേക്കായിട്ട് മൗനിയായി നിന്നിട്ടുള്ളൂ. മൗനം വിദ്വാന് പൂഷണം എന്ന് പറയുന്നത് പോലെ ഭഗവാനും ഒന്നും മിണ്ടാതെ നിന്നു. താൻ പല പ്രാവശ്യം ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആ പുരുഷനെ കണ്ട് ഇന്ദ്രൻ കോപം വന്നു. അയാൾ തന്നെ അവഗണിച്ചതിനാൽ ഇന്ദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു, എടാ അഹങ്കാരി, നിന്റെ ചെവികൾക്ക് കുഴപ്പമുണ്ടോ? ഞാൻ എത്ര തവണ നിന്നോട് ചോദിച്ചു, നീ മറുപടി പറയില്ലല്ലേ? എന്നാൽ നിന്റെ ധിക്കാരം ഞാൻ ഇപ്പോൾ തന്നെ നിർത്തിത്തരാം. ഇതുപോലെ പലരും ക്ഷേത്രങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ട് വിഗ്രഹത്തെ നോക്കിയിട്ട് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പറയുന്ന കുറെ പേര് പ്രാർത്ഥിക്കും. എന്നിട്ട് ഒന്നും പറയാതെ വരുമ്പോൾ അവസാനം ദേഷ്യം വന്ന് തിരിച്ചു പോകുന്ന പോലെയാണ്. വിഗ്രഹം ഒരിക്കലും മിണ്ടില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ തന്നെ വരുന്ന കുറെ പേരുണ്ട്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഗുരു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഗുരു, എനിക്ക് അവിടെ വേദനയാണ്, ഇവിടെ വേദനയാണ്, ജലദോഷപ്പനിയാണ്. എന്റെ പൊന്നു മക്കളെ, ആ ജലദോഷപ്പനിക്കും വേദനയ്ക്കും ഒക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകൂ. ഗുരുവിന് ഇതാണ് പറയുവാനുള്ളത്. നിങ്ങൾ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥ വന്നാൽ നിങ്ങൾക്ക് ആശുപത്രിയിൽ പോയി അതിന്റെ ചികിത്സ കൂടി ചെയ്യണം. അത് വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അത് ഫലപ്രാപ്തിയിലെത്തുന്നത്. ആ വിശ്വാസമാണ് ഗുരു ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കൂ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? ആ ദേഷ്യത്തോടു കൂടി തന്നെ ഇന്ദ്രൻ ഇങ്ങനെയൊക്കെ ചോദിക്കുകയുണ്ടായി. ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുന്നില്ല, തിരിച്ചൊന്നും ഇങ്ങോട്ട് പറയുന്നില്ല. അപ്പൊ എടാ അഹങ്കാരി എന്ന് ചോദിച്ച് നിന്റെ ചെവികൾക്ക് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രൻ തന്റെ വജ്രായുധമെടുത്ത് ദിഗംബരന്റെ നേരെ ഊങ്ങി. തക്ഷണം മഹേശ്വരൻ ഇന്ദ്രന്റെ വജ്രായുധത്തെ സ്തംഭിപ്പിച്ചു കളഞ്ഞു, അതിനെ അനക്കാൻ പറ്റാതാക്കി. തുടർന്ന് ഭയപ്പെടുത്തുന്ന നോട്ടത്തോടെ ആ ദിഗംബരൻ നിന്നു. പെട്ടെന്ന് ആ തേജസ്സിൽ നിന്ന് ഭയങ്കരമായ അഗ്നിജ്വാലകൾ ഉയർന്നു. ഒപ്പം ഇന്ദ്രന്റെ കൈയും നിശ്ചലമായി. കൈയും ആയുധവും ഒക്കെയും അവിടെ നിൽക്കുകയാണ്. കുപിതനായ ഇന്ദ്രൻ ദേഷ്യം കൊണ്ട് വിറച്ചു. സ്വന്തം തേജസ്സാൽ ജ്വലിക്കുന്ന ആ പുരുഷനെ കണ്ട് ബൃഹസ്പതിക്കത് ലോകനാഥനായ കരനാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് അയാൾ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. തുടർന്ന് കൂപ്പുകൈകളോടെ നിന്ന് ഭഗവാനെ സ്തുതിച്ചു. അതുകണ്ട് പരിഭ്രാന്തരായി തീർന്ന ഇന്ദ്രൻ താൻ പ്രഹരിക്കാൻ ഒരുമ്പിട്ടത് സാക്ഷാൽ ചന്ദ്രചൂടനെയാണല്ലോ എന്നോർത്ത് ദുഃഖിച്ചു. ബൃഹസ്പതിയുടെ നിർദ്ദേശത്താൽ ദേവേന്ദ്രൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ ബൃഹസ്പതി ഭക്തിയോടുകൂടി ഇങ്ങനെ തന്നെ പറഞ്ഞു, മഹാദേവ, അങ്ങയെ അറിയാതെ ധിക്കാരപൂർവ്വം പെരുമാറിയ ഇവനോട് ക്ഷമിക്കണമേ. അങ്ങയുടെ പാദങ്ങളിൽ പ്രണമിച്ചിരിക്കുന്നവനെ ഉദ്ധരിക്കണമേ. അവിടുത്തെ നയനങ്ങളിലെ കോപത്തെ ശാന്തമാക്കി ഇന്ദ്രനെ രക്ഷിച്ചാലും പ്രഭു. ദേവദേവ ഭഗവാനെ, അങ്ങ് സന്തുഷ്ടനായാലും. ഗുരുവിന്റെ പ്രാർത്ഥന കേട്ട് ദയാവാരിധിയായ ഭഗവാൻ ശങ്കരൻ ഇടിനാദം പോലെ ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, എന്റെ കണ്ണിൽ നിന്നുണ്ടായ കോപത്തെ ഞാൻ തടയാം. പക്ഷേ സർപ്പം പൊഴിച്ച പടത്തെ വീണ്ടും ധരിക്കുവാനാകുമോ ബൃഹസ്പതി? അതായത് സർപ്പം ഒരിക്കൽ പൊഴിച്ചിട്ടുപോയ പടത്തിനെ വീണ്ടും ധരിക്കുക പ്രയാസമാണെന്നിരിക്കെ ഞാൻ വിട്ട എന്റെ കോപാഗ്നിയെ, എന്നിൽ നിന്ന് പോയ എന്റെ കോപാഗ്നിയെ ഞാൻ ഇപ്പോൾ തടയാം. പക്ഷെ ആ പുറത്തേക്ക് പോയതിന് എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഭഗവാന്റെ മറുപടി കേട്ട് ബൃഹസ്പതി പറഞ്ഞു, ദേവദേവ ജഗദീശ്വര. അദ്ദേഹം ഭയത്താലും സങ്കടം കൊണ്ടും മനംനൊന്തവനാണ്. അതിനാൽ ഭക്തവത്സലനായ ശങ്കര, അങ്ങയുടെ കോപം കൊണ്ടുണ്ടായ ആ അത്യുഗ്രഹമായ തേജസ്സിനെ, അതായത് ഇന്ദ്രൻ ഭയത്താലും മനംനൊന്തും അങ്ങനെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് ആ തേജസ്സിനെ അവിടുന്ന് മറ്റെവിടെയെങ്കിലും നിക്ഷേപിച്ചാലും സകലരെയും രക്ഷിക്കുന്ന അങ്ങ് ഈ പുരന്തരന്റെ അപരാധം പുറത്താലും. ബൃഹസ്പതിയുടെ അപേക്ഷ കേട്ട് ഭഗവാൻ മഹേശ്വരൻ സന്തുഷ്ടനായി ഇങ്ങനെ അരുളി ചെയ്തു, ഗുരു, നിന്റെ ഭക്തിയിൽ നാം സംപ്രീതനായിരിക്കുന്നതിനാൽ നാം നിനക്ക് ഉത്തമ വരം നൽകുന്നു. ഇന്ദ്രന് ജീവൻ നൽകിയതിനാൽ നിനക്ക് ജീവനെന്നും പ്രസിദ്ധമായ പേരുണ്ടാകും. ദേവേന്ദ്രനെ കൊല്ലാൻ എന്റെ മൂന്നാം കണ്ണിൽ നിന്നുണ്ടായ ഈ അഗ്നിയെ ഇന്ദ്രനെ ഉപദ്രവിക്കാത്ത വിധം നാം ദൂരെ കളഞ്ഞേക്കാം. ഇത്രയും പറഞ്ഞ ശേഷം ഭഗവാൻ സദാശിവൻ ആ അഗ്നിയെ കയ്യിലെടുത്ത്
ലവണ സമുദ്രത്തിൽ എറിഞ്ഞു. ലവണ സമുദ്രം എന്ന് പറയുമ്പോൾ ഉപ്പുകടലൊക്കെ എപ്പോഴും ഉണ്ട്. ഉപ്പുകടലിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അന്തർദാനം ചെയ്തു ഭഗവാൻ. ഇന്ദ്രൻ ഗുരുവിനൊപ്പം സന്തോഷപൂർവ്വം സ്വസ്ഥാനത്തേക്ക് മടങ്ങുകയും ചെയ്തു. ഉപ്പുകടലിൽ വീണ ശിവന്റെ രേതസ്സിൽ നിന്ന് ഉടനെ തന്നെ ഒരു ബാലൻ ഉണ്ടായി. രേതസ് എന്ന് പറയുന്നത് കൊണ്ട് ആ അഗ്നിയുടെ ഇതാണ്, ജ്വാലയെയാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ ആ അഗ്നിയിൽ നിന്നുണ്ടായ ആ ജ്വാല, അതാണ് ഉപ്പുകടലിലേക്ക് വീണത്. അതിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു ബാലൻ ഉണ്ടായി. സിന്ധു ഗംഗ സംഗമസ്ഥാനത്ത് വെച്ചുണ്ടായ ആ ബാലൻ സകലരെയും പേടിപ്പെടുത്തും വിധം ഉറക്കെ കരഞ്ഞു. സിന്ധുവും ഗംഗയും സംഗമിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചുണ്ടായി. ആ സംഗമസ്ഥാനമൊക്കെ ഇപ്പോഴും പോയി കാണാം. അവിടെ വെച്ചാണ് ഇങ്ങനൊരു ബാലൻ ഉണ്ടായത്. അപ്പോൾ ആ സമയത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് അഹങ്കാരമൂത്ത് മനസ്സുകളിൽ ഭഗവത് ചിന്ത പോലുമില്ലാതെ അങ്ങനെ നിൽക്കുന്ന ഒരു കാലമായിരുന്നു അത്. അങ്ങനെ അതിന്റെ സംഗമസ്ഥാനത്ത് എന്ത് ചെയ്തു? അവിടെ ഈ അസുരൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ സംഗമസ്ഥാനത്തിന്റെ കരയ്ക്ക് അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു? ജനങ്ങളെല്ലാം ആസുരിക ഭാവത്തിലേക്ക് മാറുന്നൊരു സാഹചര്യം സംജാതമായി കൊണ്ടിരുന്നു. മനസ്സാണ് മനുഷ്യനെ അസുരനും ദേവനും മനുഷ്യനും ഒക്കെയുമാക്കുന്നത്. മനസ്സാണ് മനുഷ്യനെ എന്ത് ചെയ്തത്? തത്വമസിയിലൂടെ കടത്തിവിട്ട് ഈശ്വരന് തുല്യമാക്കുന്നതും മനസ്സ് തന്നെയാണ്. അങ്ങനെ ഉപ്പുകടലിൽ വീണ അവിടെ വെച്ച് എന്തായിരുന്നു? അവിടെ ഒരു കുട്ടി വന്നു. ആ ബാലൻ സകലരെയും പേടിപ്പെടുത്തും വിധം ഉറക്കെ കരഞ്ഞു. ആ കരച്ചിലിന്റെ ശബ്ദത്താൽ ഭൂകമ്പമുണ്ടായി. സ്വർഗവും സത്യലോകവും ബധിരമായി തീർന്നു. കാരണം അത്രയും വലിയ ഒച്ചയായിരുന്നു എന്നാണ് കേട്ടത്. ഭൂലോകം മുഴുവൻ ഇളകി. ഇത് കണ്ട് പരിഭ്രാന്തരായ ദേവന്മാരും ലോകപാലകന്മാരും ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. അവർ വിധാതാവിനെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ വിരിഞ്ച, ലോകത്തെയാകെ വിറപ്പിച്ച ഈ ഭയാനക ശബ്ദത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് അത് കേട്ട് വിസ്മയിച്ചു. പിതാമഹൻ ശബ്ദം കേട്ട ഭാഗത്തെ ലക്ഷ്യമാക്കി നടന്നു. സമുദ്രതീരത്തെത്തിയപ്പോൾ ഭഗവാൻ വിരിഞ്ചൻ എന്താ അവിടെ കണ്ടത്? ആ അത്ഭുത ദൃശ്യം കണ്ടു. സമുദ്രത്തിന്റെ മടിയിൽ ഒരു കുട്ടിയിരിക്കുന്നു. ബ്രഹ്മദേവൻ വരുന്നത് കണ്ട് ദേവരൂപനായ സാഗരം തലകുനിച്ചു വണങ്ങി. സാഗരം ദേവരൂപമാണെന്നാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ മടിയിൽ കുട്ടിയെ ഇരുത്തിക്കൊണ്ട് ആ കുട്ടിയെ കണ്ട് അത്ഭുതപ്പെട്ടു. ബ്രഹ്മദേവൻ സാഗരത്തോട് ചോദിച്ചു: ഹേ സാഗര, ഈ കുട്ടി ആരുടേതാണ്? അത് കേട്ട് സാഗരം ബ്രഹ്മാവിനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു: അല്ലയോ ബ്രഹ്മൻ, ഇത് ആരുടേതാണെന്ന് ഇവിടെ എങ്ങനെയാണ് വന്നു ചേർന്നത് എന്നോ എനിക്കറിയില്ല. സിന്ധുഗംഗ സംഗമസ്ഥാനത്ത് വെച്ചാണ് ഞാൻ ഇവനെ കണ്ടത്. അല്ലയോ പിതാമഹ, ഇനി അങ്ങ് തന്നെ ഇവന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചാലും എനിക്കിവന്റെ ഭാവിയെ പറ്റി അറിയാൻ തിടുക്കമുണ്ട്. സാഗരം ഇങ്ങനെ പറഞ്ഞത് കേട്ട് ബ്രഹ്മാവിന്റെ മടിയിലിരുന്ന കുട്ടി വിധാതാവിന്റെ കഴുത്തിന് പിടിച്ച് വീണ്ടും മുറുകെ പിടിച്ചു. മനസ്സിലായല്ലോ? ആ ബ്രഹ്മാവിന്റെ സൃഷ്ടിയുടെ ആ കഴുത്തിന് പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ സൃഷ്ടികർമ്മത്തെ വരെ പിടിച്ചങ്ങ് നിർത്തി എന്നാണ് പറയുന്നത്. കാരണം ഇതെല്ലാം ഇവിടുന്ന് പോകുന്ന ആ ഒരു ഈശ്വര വിശ്വാസം, ഭഗവാനെ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയുടെ ആദ്യത്തെ രൂപമാണ്. അതൊരു കുട്ടിയുടെ രൂപത്തിൽ കൂടി ഇങ്ങനെ വരികയാണ്. ഭഗവാന്റെ കോപം അത് ഇങ്ങനെ ഒരു കുട്ടിയുടെ രൂപത്തിലേക്ക് വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ആ ഈശ്വര വിശ്വാസം ഇല്ലാമയും നമ്മളിപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ. അതങ്ങനെ സൃഷ്ടിയുടെ കഴുത്തിന് തന്നെ ആദ്യത്തെ പിടിമുറുക്കി. അങ്ങനെ വീണ്ടും ആ കുട്ടി പിടിമുറുക്കി. ബ്രഹ്മാവ് വല്ലാതെ വേദനിച്ചു. വിധാതാവിന്റെ കണ്ണിൽ നിന്ന് അശ്രുബിന്ദുക്കൾ ഒഴുകി വീണു. അപ്പോൾ ബ്രഹ്മാവ് ആ കുട്ടിയുടെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ സാഗരമേ, ഇവന്റെ ഭാവിയൊന്നും ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞേക്കാം. ഇവന്റെ ഭാവി ഇപ്പോൾ തന്നെ ഞാൻ നിന്നോട് പറയുന്നുണ്ട്. ഇവൻ മൂലം എന്റെ കണ്ണിൽ നിന്ന് അശ്രുക്കൾ ഉണ്ടായതിനാൽ ഇന്നു മുതൽ ഇവൻ ജലന്ധരൻ എന്ന പേരിൽ അറിയപ്പെടും. ഇപ്പോൾ തന്നെ ഇവൻ ഒരു യുവാവും സർവശാസ്ത്ര പരംഗതനുമാകും. ഇവൻ പരാക്രമിയും യോദ്ധാവും യുദ്ധ ദുർമതനുമായി തീരും. യുദ്ധത്തിൽ ഇവൻ സർവരുടെയും ജേതാവും സർവസത്തുക്കളുടെയും അധിപനുമായി തീരും. ഇതൊക്കെയാണ് ഇവന്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം. ഇവൻ ദൈത്യന്മാരുടെ രാജാവാകും. കാരണം ഇവിടെ രാക്ഷസന്മാർ മാത്രം ഉണ്ടാകും. വിഷ്ണുവിനെ പോലും ജയിക്കാൻ കഴിവുള്ള ഇവന്. കാരണം ഇവിടെ സൃഷ്ടിയെയും സ്ഥിതിയെയും എല്ലാം ഇവൻ ബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പരാജയം സംഭവിക്കില്ല. ഇവന് ലഭിക്കുന്ന ഭാര്യ പതിവ്രതയും സൗഭാഗ്യവതിയും സുന്ദരിയും സൽഗുണസമ്പന്നയുമായിരിക്കും. ഇവന് ലഭിക്കുന്ന ഒരു ഭാര്യ മാത്രമായിരിക്കും സൗഭാഗ്യവതിയും സൽഗുണസമ്പന്നയുമായിരിക്കുന്നത്. ബാക്കിയെല്ലാം അധോഗതി തന്നെയാണ്. സാഗരം വളരെയധികം സന്തുഷ്ടനായി. അയാൾ ആ ബാലനെയും കൊണ്ട് സ്വവസതിയിലെത്തി. ആ ബാലൻ അവിടെ സസന്തോഷം വളർന്നു. കാലം കടന്നുപോയി. ഒരിക്കൽ സാഗരം കാലനേമി എന്ന മഹാ അസുരനെ വരുത്തി. കാലനേമി നല്ലൊരു അസുരനാണെങ്കിലും നല്ല സ്വഭാവമുള്ളൊരു അസുരൻ. അദ്ദേഹത്തിന്റെ പുത്രി വൃന്ദയെ ജലന്ധരന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അസുരന്മാരിൽ ശ്രേഷ്ഠനും സത്സ്വഭാവിയും ഹൃദയത്തിനുടമയുമായിരുന്നു കാലനേമി.
സാഗരത്തിന്റെ ആവശ്യം സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അങ്ങനെ ജലന്ധരനും വൃന്ദയും തമ്മിലുള്ള വിവാഹം ആഘോഷപൂർവ്വം നടന്നു. അതോടെ മുമ്പൊരിക്കൽ ദേവേന്ദ്രനാൽ തോൽപ്പിക്കപ്പെട്ടിരുന്ന അസുരന്മാർ പാതാളത്തിൽ നിന്നും ഭൂതലത്തിലെത്തി ജലന്ധരനെ ആശ്രയിച്ച് നിർഭയരായി ജീവിക്കാനും തുടങ്ങി. ജലന്ധരൻ ഭാര്യയോടൊപ്പം ശുക്രാചാര്യരുടെ സഹായത്തോടെ രാജ്യം ഭരിച്ചു വന്നു. ഒരിക്കൽ ജലന്ധരന്റെ രാജ്യസഭയിൽ ശുക്രാചാര്യർ വന്നു ചേർന്നു. അദ്ദേഹത്തെ കണ്ട് ആ സഭയിലുണ്ടായിരുന്ന സകല അസുരന്മാരും എഴുന്നേറ്റ് നിന്ന് വണങ്ങി. അക്കൂട്ടത്തിൽ ശിരസറ്റ രാഹുവും ഉണ്ടായിരുന്നു. രാഹുവിന് അറിയാലോ, രാഹു ഈ പാലാഴി മദന സമയത്ത് അമൃത് ദേവന്മാർ കൊണ്ടുപോയ സമയത്ത് ദേവന്മാരുടെ വേഷത്തിൽ ഒളിഞ്ഞിരുന്ന് അമൃത് കഴിച്ചു. അമൃത് കഴിച്ചതറിഞ്ഞിട്ട് രാഹുവിന്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. പക്ഷെ അമൃത് കഴിച്ചത് കാരണം രാഹു മരിച്ചില്ല, കഴുത്തും മുടലും വേറെ വേറെയായി പോയി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ അവിടെ അസാധാരണമായി നിൽക്കുന്ന ഒരാളെ സഭയിൽ കണ്ടു. അപ്പം ജലന്ധരൻ വിളിച്ച് ചോദിച്ചു, എന്താ പറ്റി, ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത്? രാഹു ജലന്ധരനോട് തന്റെ കഥ വിവരിച്ചു പറഞ്ഞു. മഹാരാജാവ്, ഇങ്ങനെയാണ് കാര്യം. ഞാൻ അവരുടെ ഇടയിൽ പോയി അല്പം അമൃത് കഴിച്ചു. അതിന്റെ ഇതിൽ എന്നെ കഴുത്തിനെ ഛേദിച്ചു. ഇപ്പോൾ ഞാൻ കഴുത്ത് വേറെ ഉടല് വേറെയായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ജലന്ധരന് അത്യുഗ്രമായ കോപമുണ്ടായി. ഇതിനെല്ലാം കാരണക്കാരൻ വിഷ്ണുവും ദേവേന്ദ്രനുമാണെന്ന് മനസ്സിലാക്കിയ ജലന്ധരൻ അവരോട് പകരം വീട്ടാൻ നിശ്ചയിച്ചു. അയാൾ ഇപ്രകാരം പറഞ്ഞു, ഈ ദേവന്മാർ എന്തൊക്കെ അക്രമങ്ങളാണ് കാട്ടിക്കൂട്ടിയത്. എന്റെ പിതാവായ സമുദ്രത്തെ മതിച്ച് അവിടുത്തെ രത്നങ്ങൾ മുഴുവൻ തട്ടിയെടുത്തു. ജലന്ധരൻ പറയുന്ന കേട്ടില്ലേ, എന്റെ പിതാവിന്റെ സമുദ്രത്തെ മതിച്ച് അവിടുത്തെ രത്നങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. അമൃത് തട്ടിയെടുക്കാൻ വിഷ്ണു ദേവന്മാരെ സഹായിച്ചു. അസുരന്മാരെ മുഴുവൻ വഞ്ചിച്ചവർ അമൃത് തട്ടിക്കൊണ്ടുപോയി ദേവന്മാർക്ക് നൽകുകയും ചെയ്തു. ഈ ദേവാസുര പാലാഴി മദനം എല്ലാം ഗുരു പറഞ്ഞു തന്നിട്ടുണ്ടേ, അതും കൂടി കേട്ടിട്ട് വേണം ഇത് കേൾക്കാൻ. പ്രപഞ്ചോൽപത്തിയിലുണ്ട്. അസുരന്മാരുടെ അധ്വാനത്തിന്റെ ഫലം പോലും അവർക്ക് നൽകിയില്ല. ഒരു സാധു കൊതിയോടെ, അതായത് ഈ രാഹു എന്ന് പറയുന്ന സാധു കൊതിയോടെ അല്പം കഴിച്ചതിന്റെ പേരിൽ അവന്റെ തല വെട്ടുകയും ചെയ്തു. ഇല്ല, ഈ പാതകം ഞാൻ ഒരിക്കലും പൊറുക്കില്ല. ശരിയാണ്, അത് വലിയൊരു പാതകമല്ലേ? ഒരു സാധു അവിടെ പോയിരുന്നിട്ട് ആ കൊതിയോടുകൂടി ആ അമൃതിനെ അല്പം കഴിച്ചപ്പോൾ ആ തലയെ വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം ദേവന്മാർക്ക് മാത്രം അധികാരപ്പെട്ടതാണ്. അസുരന്മാരും കൂടി പാവം ഇത് വലിച്ചിട്ടല്ലേ, വാസുകിയെ കയറായി വലിച്ചിട്ടല്ലേ, ആ പർവ്വതത്തെ വലിച്ചിട്ടല്ലേ ആ ത്രിയൊക്കെ കിട്ടിയത്. അപ്പോൾ കുറച്ച് അസുരന്മാർക്ക് കൂടെ കൊടുത്തുകൂടായിരുന്നു? ഇതെന്താ ഗുരു ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേവന്മാരാരാ, അസുരന്മാരാരാ? അങ്ങനെ അസുരന്മാർക്ക് കൂടെ കൊടുത്താൽ അവരിവിടെ ഈ ലോകം നശിപ്പിക്കില്ലേ? എന്നിട്ട് ഇതിപ്പോ എന്താ അത് ശരിയല്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. അത് ശരിയല്ല, ഗുരുവിനും അതറിയാം അത് ശരിയല്ല എന്നുള്ളത്. ദേവന്മാർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ദേവന്മാരെ ഒന്നും കാണാനുമില്ലല്ലോ. ഈ അമൃത് കഴിച്ച ദേവന്മാരൊക്കെ എവിടെ പോയി? എവിടെ പോയി? അമൃത് കഴിക്കാതെ അസുരന്മാരോട് പോയി. എന്നിട്ട് ഇപ്പൊ ഈ അമൃത് കഴിക്കാതെ അസുരന്മാരല്ലേ ഉള്ളൂ ഇവിടെ മുഴുവൻ. ഈ അമൃത് കഴിച്ച ദേവന്മാരെയൊന്നും കാണാനില്ലല്ലോ. ഇവിടെ മുഴുവൻ അമൃത് കഴിക്കാത്ത അസുരന്മാരല്ലേ. അങ്ങനെയൊക്കെ തോന്നും, കലിയുഗമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജലന്ധരൻ എന്തു ചെയ്തു? ഈ പാതകം ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജലന്ധരൻ ഹസ്മരൻ എന്ന തന്റെ ദൂതനെ വരുത്തി ദേവന്മാരുടെ അടുക്കലേക്ക് അയച്ചു. തുടർന്ന് ദേവാസുരന്മാർ തമ്മിൽ ഭയങ്കരമായ ഒരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ ധാരാളം പേർ മരിച്ചു. യുദ്ധത്തിൽ മരിച്ച അസുരന്മാരെ ജീവിപ്പിക്കാൻ അസുരഗുരുവായ ശുക്രൻ മൃതസഞ്ജീവിനി കൊണ്ടുവന്നു. ദേവന്മാരെ രക്ഷിക്കാൻ ദേവഗുരു ദ്രോണാദ്രിയിൽ നിന്നും ദിവ്യ ഔഷധങ്ങളുമായി എത്തി. ഇക്കാര്യം അറിയാൻ ജലന്ധരൻ ദ്രോണാദ്രി ആക്രമിച്ചു കൊണ്ടുപോയി എന്ത് ചെയ്തു? സമുദ്രത്തിൽ എറിഞ്ഞു. അത് സമുദ്രത്തിന്റെ അടിയിൽ ഒളിപ്പിച്ചു. അതോടെ ദേവന്മാർക്ക് രക്ഷയില്ലാതായി. ഇന്ദ്രൻ ഉൾപ്പെടെ സകല ദേവന്മാരും ജലന്ധരനെ കണ്ട് ഭയന്നോടി. ഈ അവസരം മുതലെടുത്ത് ജലന്ധരൻ അമരാവതി കൈക്കലാക്കി ഭരണം നടത്തി. ശുംഭാദി ദൈത്യന്മാരെ ഭരണം നടത്താൻ നിയോഗിച്ചു. തോറ്റോടിയ ദേവസൈന്യം വൈകുണ്ഠത്തിലെത്തി വിഷ്ണുവിനെ കണ്ട് സങ്കടം വർദ്ധിച്ചു. വിഷ്ണു ഭഗവാൻ ദേവന്മാരെ ആശ്വസിപ്പിച്ച ശേഷം ജലന്ധരനുമായി യുദ്ധത്തിനൊരുങ്ങി. വിഷ്ണുവിന്റെ ഒരുക്കം കണ്ട് സാഗരത്തിന്റെ പുത്രി ലക്ഷ്മി ദേവി വിഷ്ണുവിനോട് യുദ്ധത്തിന് പോകരുതെന്നും തന്റെ സഹോദരൻ ആപത്ത് വരുത്തരുതെന്നും അപേക്ഷിച്ചു. എങ്ങനെയാ സഹോദരനാവുന്നത്? ഈ പാലാഴി കടയിരുന്ന സമയത്ത് സമുദ്രത്തിൽ നിന്നാണ് ലക്ഷ്മി ദേവി ഉണ്ടായത്, അതുപോലെ സമുദ്രത്തിൽ നിന്നാണ് ജലന്ധരൻ ഉണ്ടായത്. അപ്പോൾ ഒരു സഹോദര ബന്ധം. ആപത്ത് വരുത്തരുതെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ വിഷ്ണു ജലന്ധരൻ രുദ്രാംശമാകയാലും ബ്രഹ്മാവിന്റെ വാക്കനുസരിച്ചും, ജലന്ധരൻ രുദ്രന്റെ അംശത്തിൽ നിന്നുണ്ടായതാണ്, അതുകൊണ്ട് ബ്രഹ്മാവിന്റെ വാക്കനുസരിച്ച് ലക്ഷ്മി ദേവിയോടുള്ള സ്നേഹത്താലും കൊല്ലുകയില്ലെന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവിയെ സമാധാനിപ്പിച്ചിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവനെ കൊല്ലുകയില്ല എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടു. ജലന്ധരനും വിഷ്ണുവും തമ്മിലുള്ള യുദ്ധം വളരെ കാലം നീണ്ടുനിന്നു. ജയിക്കാൻ മാർഗമില്ലെന്ന് കണ്ടപ്പോൾ ജലന്ധരന് വരം കൊടുത്ത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിക്കാൻ തന്നെ വിഷ്ണു നിശ്ചയിച്ചു. ഇപ്പോൾ ജലന്ധരനുമായിട്ട് പോരാടി നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് കണ്ടിട്ട് വിഷ്ണു എല്ലാ കാര്യത്തിലും, അതാ നമ്മുടെ കൃഷ്ണാവതാരത്തിനെ
എപ്പോഴും പൂർണ്ണാവതാരം എന്ന് പറയുന്നത്. ഇച്ചിരി സൂത്രപ്പണിയും എല്ലാം കള്ളത്തരങ്ങളും എല്ലാം പഠിച്ചൊരു അവതാരമല്ലേ, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ എല്ലാം ഉൾക്കൊണ്ടൊരു അവതാരം, പൂർണ്ണ അവതാരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷ്ണു ഭഗവാന് ഇങ്ങനെ എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അവസാനം നിവൃത്തിയില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇനി അടുത്ത് വിളിക്കും, ഇവിടെ ഇങ്ങ് വരും, ഇനി വാ, നിനക്ക് ഞാനൊരു വരം തരാൻ പോവുകയാണ്, ഇനി നീ ആ വരവും വാങ്ങിപ്പോക്കോ, ഈ വരം കൂടെ ആകുമ്പോൾ നിനക്ക് കുറച്ചുകൂടെ ഉഷാറാവും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഭഗവാൻ പതുക്കെ അങ്ങ് പോകും. പോയിട്ട് എന്ത് ചെയ്യും? നേരെ മഹാദേവനെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ അതേപോലെയാണ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ജയിക്കാൻ മാർഗമില്ലെന്ന് കണ്ടപ്പോൾ ജലന്ധരന് വരം കൊടുത്ത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തന്നെ വിഷ്ണു നിശ്ചയിച്ചു. ബുദ്ധിമാനായ ജലന്ധരനാകട്ടെ വരബലത്താൽ വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പരിവാരങ്ങളെയും അതിഥികളാക്കി തന്റെ ഭവനത്തിൽ പാർപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? തന്റെ ജയിക്കാനുള്ളൊരു വരം എന്താണെന്ന് ചോദിച്ചപ്പോൾ യുദ്ധത്തിൽ പിന്തിരിപ്പിക്കാൻ തന്നെ നിശ്ചയിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അപ്പോൾ ജലന്ധരൻ തന്റെ വരബലത്താൽ എന്താ ചെയ്തത്? ഇത്ര ചോദിച്ചേ, വിഷ്ണുവും ലക്ഷ്മിയും പരിവാരങ്ങളും എല്ലാവരും കൂടി അതിഥിയായിട്ട് എന്റെ വീട്ടിൽ വന്ന് താമസിക്കാം, എനിക്കിപ്പോൾ ഈ വരമാണ് വേണ്ടത്. പറ്റിയോ? എന്തായി? അപ്പൊ അവിടെ ചെന്നല്ലേ പറ്റൂ. അങ്ങനെ നിരാശരായ ദേവന്മാർ തോറ്റു പിന്മാറി. അതോടെ ജലന്ധരൻ ദേവന്മാരുടെ സകല രത്നങ്ങളും കൈയടക്കി. അങ്ങനെ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും അവരുടെ പരിവാരങ്ങളും എല്ലാവരും കൂടി ജലന്ധരന്റെ കൊട്ടാരത്തിൽ വന്ന് പാൽക്കടലൊക്കെ വിട്ട് താമസിക്കുവാൻ തുടങ്ങി. ജലന്ധരനെ തോൽപ്പിക്കാൻ വഴി കാണാതെ കുഴങ്ങിയ ദേവന്മാർ ഒടുവിൽ കൈലാസത്തിലെത്തി ഭഗവാൻ ശങ്കരനെ സ്തുതിച്ചു. തങ്ങളുടെ ദുഃഖമറിയിച്ചു. കൂട്ടത്തിൽ വിഷ്ണു ഭഗവാനെ ജലന്ധരൻ ബന്ധനസ്ഥനാക്കിയിരിക്കുന്ന വിവരവും ധരിപ്പിച്ചു. അപ്പോൾ ജലന്ധരൻ അതിഥിയായിട്ട് വരണമെന്ന് പറഞ്ഞാലും ബന്ധനത്തിലാണ്. കാരണം അവിടെ ഈ കൊട്ടാരം എന്ന് പറയുന്ന ഇവിടെ ജലന്ധരന്റെ പാൽക്കടലിന് അങ്ങ് അകത്താണ്, സമുദ്രത്തിനടിയിലാണ്, അവിടെ കൊണ്ടിട്ടിരിക്കുക. അപ്പോൾ അതിഥികളായി വരണം എന്ന് പറഞ്ഞിട്ട് ഒരു ബന്ധനാസ്ഥ. അപ്പോൾ അതിഥിയാണോ എന്ന് ചോദിച്ചാൽ അതിഥിയാണ്, ബന്ധിച്ചോ എന്ന് കേട്ടാൽ ബന്ധിച്ചു, ഇനി ബന്ധിച്ചില്ലേ എന്ന് കേട്ടാൽ ബന്ധിച്ചില്ല, അതിഥിയാണോ എന്ന് കേട്ടാൽ അതിഥിയുമാണ്. അങ്ങനെയാണ് അസുരന്റെ ആസുരിക ബുദ്ധിയാണ്. ഈ അവസരത്തിൽ നാരദൻ ജലന്ധരന്റെ അടുത്തിൽ എത്തി. അയാളെ പ്രശംസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ജലന്ധര, നീ ഇന്ദ്രൻ അടക്കമുള്ള ദേവന്മാരെയും വിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മിയെയും ഒക്കെ കീഴടക്കിയില്ലേ? നിന്റെ സാമർഥ്യത്തെ എത്ര പുകഴ്ത്തിയാലും എനിക്ക് മതി വരില്ല. എങ്കിലും കൈലാസത്തിലെ സ്ത്രീരത്നങ്ങളെ കീഴടക്കാൻ നിനക്ക് കഴിയാതെ പോയതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. നീ ഇത്രയൊക്കെ ചെയ്തിട്ട് ആ കൈലാസത്തിൽ ഒന്ന് തൊടാൻ നിന്നെ കൊണ്ട് പറ്റിയില്ലല്ലോടാ. നീ ആ കൈലാസത്തിലേക്കൊന്ന് ചെല്ല്, നീ അവിടെ ചെന്ന് അതും കൂടി കീഴടക്ക്, എന്നാലല്ലേ നീ ഒന്ന് ഉശിരുള്ളവനായി തീരത്തുള്ളൂ. പക്ഷെ നിനക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നാരദൻ ഇങ്ങനെയാണ്, ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരെ, വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുരണ്ടി അങ്ങനെ അവരെ എന്ത് ചെയ്യും? ഇളക്കി വിടുന്ന ഒരു പ്രവണത നമ്മുടെ ചില മനുഷ്യരുടെ ഇടയിൽ കാണാറില്ലേ? അതുപോലെ തന്നെ. അപ്പോൾ പറയുകയാണ്, നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, അതുകൊണ്ട് നിനക്ക് പോകുവാനും കഴിയില്ല. നാരദന്റെ അവഗണന കേട്ട് ജലന്ധരന് കലിയിളകി. അയാൾ ഉടൻ തന്നെ ഒരു വലിയ സൈന്യത്തോടൊപ്പം കൈലാസത്തിലെത്തി യുദ്ധം തുടങ്ങി. ശിവഭഗവാനും ഗണങ്ങളും അവനോട് വീറോടെ പൊരുതിയിട്ടും അവനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. എന്താണ് കാരണമെന്ന് ഭഗവാൻ ആലോചിച്ചു. വിവരം ജഗദംബിക അറിഞ്ഞു. ദേവി ദുഃഖിതയായി തീർന്നു. പാർവതി ദേവി ഉടൻ വിഷ്ണുവിനെ സ്മരിച്ചതും ഭഗവാൻ ഹരി അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഈ ബന്ധനസ്ഥൻ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നതും ഈ അതിഥിയായി ചെല്ലുന്നതുമൊക്കെ ഒരു മായയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് എല്ലായിടത്തും ഈ ഒരു മായാമയമായ ഒരു കാഴ്ച നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്ഥിതിയെ ബന്ധനസ്ഥനാക്കിയെങ്കിലും സ്ഥിതിയുടെ ഊർജം അത് വിളിക്കുമ്പോൾ അവിടെ വരും. മനസ്സിലായില്ലേ? സ്ഥിതി ബന്ധിപ്പിച്ചു വെച്ചിരിക്കുക, പക്ഷെ ഊർജം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആ വിഷ്ണു ഭഗവാനെയും പരിവാരങ്ങളെയും സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്, പക്ഷെ ഊർജം നിലനിൽക്കുന്നുണ്ട്. ഭഗവാൻ സൃഷ്ടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ വിളിച്ചു, അവിടേക്ക് എത്തിയപ്പോൾ അമ്മ പറയുകയാണ്, ദേവി വിഷ്ണുവിനോട് ജലന്ധരന്റെ ഭാര്യ, അതായത് ലക്ഷ്മി ദേവിയോട് പറയുകയാണ്, ദേവി വിഷ്ണുവിനോട് ജലന്ധരന്റെ ഭാര്യ വൃന്ദയെ മോഹിപ്പിച്ച് അവളുടെ പാതിവൃത്യം നശിപ്പിക്കണമെന്നും അല്ലാതെ അവനെ കൊല്ലാൻ മാർഗമില്ലെന്നും അറിയിച്ചു. കാരണം ഏതൊരു അസുരനാണെങ്കിലും, ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു അസുരനാണെങ്കിലും, ഏത് ദേവനാണെങ്കിലും, ഏത് മനുഷ്യനാണെങ്കിലും വീട്ടിലിരിക്കുന്ന പെണ്ണ് എന്ന് പറയുന്ന ഒന്നുണ്ട്, ഭാര്യയുടെ പാതിവൃത്തത്തിന്റെ വില തന്നെയാണ്. ഇപ്പോൾ ആരൊക്കെയോ ഇപ്പോൾ എന്തൊക്കെയോ ഉണ്ടല്ലോ, കുറെ കൂട്ടങ്ങൾ, അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെയാണ്. അതൊക്കെ പ്രകൃതിയുടെ ഒരു വരദാനമാണ്. അതിനകത്ത് ഒരു ശക്തിയുണ്ട്, പാതിവൃത്യത്തിനൊരു ശക്തിയുണ്ട്. അപ്പോൾ അത്
അതിൻ്റെ ഒരു പവിത്രതയെക്കുറിച്ച് കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജലന്ധരൻ എന്ന് പറയുന്ന അസുരൻ ഇത്രയും ക്രൂരമായ ഇത് നടന്നിട്ടും തൻ്റെ പാതിവത്യത്തെ പവിത്രതയോടെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് ജലന്ധരന്റെ ഭാര്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് വിഷ്ണുവിന് കൊടുത്തിരിക്കുന്ന ജോലി. അത് ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആ ഒരു ശക്തിയാണ് ഇദ്ദേഹത്തെ വിജയിപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെയും വിജയമുണ്ടാകുമ്പോൾ ഈ പാതിവൃത്യം എന്ന് പറയുന്നത് പോലെ പത്നീവൃത്യവും ഉണ്ട്. ഗുരു അതും കൂടി പറയുകയാണ്. ഇപ്പൊ ഈ കലിയുഗത്തിൽ അതും കൂടി വന്നിട്ടുണ്ട്. പാതിവൃത്യം മാത്രമല്ല, ഇപ്പൊ വീട്ടിലിരിക്കുന്ന ഭാര്യ മാത്രം പാതിവൃത്തയായി ഇരുന്നിട്ട് കാര്യമില്ല, പത്നീവൃത കൂടെ ആയിരിക്കണം പുരുഷൻ. മനസ്സിലായല്ലോ? ഇപ്പോ അങ്ങനെയാണ്. പത്നീവ്രതന്മാരല്ലാത്ത കുറെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ പത്നീവ്രതന്മാരുമായിരിക്കുക, പതിവ്രതന്മാരുമായിരിക്കുക. അപ്പോൾ പാതിവ്രതവും പത്നീവ്രതവും ഒരുമിച്ച് പോകണം. അപ്പോഴാണ് അതിനകത്ത് ഈ കലിയുഗത്തിൽ ഒരു ശക്തി ഉണ്ടാവും, ഈ കലിയുഗത്തിൽ ഒരു നിലനിൽപ്പുണ്ടാവും. ഇത് രണ്ടും കൂടി വേണം. രണ്ട് ശക്തിയും കൂടെ ഉത്സാഹിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങളൊക്കെ എത്തും. അങ്ങനെ എന്ത് ചെയ്തു ഭഗവാൻ ശങ്കരന്? അവനെ വധിക്കാൻ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു വഴിയെ കണ്ടുള്ളൂ. അപ്പോൾ ദേവന്മാർ ഭഗവാൻ ശങ്കരന്റെ സഹായത്തോടെ, ദേവിയുടെ അനുഗ്രഹത്തോടെ, വിഷ്ണുവിന്റെ മായാപ്രയോഗത്താലും ജലന്ധരനെ തോൽപ്പിക്കുവാൻ തുടങ്ങി. അതിന് കാരണം എന്താണ്? ഭഗവാൻ വിശേഷ ശക്തിയാൽ മായ പ്രയോഗിച്ച് വൃന്ദയെ മോഹിപ്പിച്ച് അവളുടെ പാതിവൃത്യം നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് വിശേഷമായൊരു ശക്തി കൊണ്ട് വൃന്ദയെ മോഹിപ്പിച്ചിട്ട് ആ പാതിവൃത്യം നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഭഗവാൻ ശങ്കരൻ അവനെ വധിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഈ പാതിവൃത്യം നശിപ്പിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങളാരും ശങ്കിക്കേണ്ട. അത് ബലാത്സംഗം ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ ഭർത്താവിന്റെ രൂപത്തിൽ വന്നിട്ട് മറ്റൊരു ആ സ്ത്രീയെ പ്രാപിച്ചുകൊണ്ടാണ് പാതിവൃത്യം നശിപ്പിക്കുന്നു എന്നുള്ളതല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട് വിഷ്ണു ഭഗവാൻ വിശേഷ ശക്തിയാൽ മായ പ്രയോഗിച്ച് വൃന്ദയെ മോഹിപ്പിച്ച്. കാരണം ഭർത്താവ് എന്ന് പറയുന്ന ഒരു സ്ഥാനം മനസ്സിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ് വൃന്ദ നൽകിയിരുന്നത്. അത് തന്നെയാണ് പാതിവൃത്യം. അപ്പോൾ അത് ഈശ്വരന് തുല്യം കണ്ടു മുന്നോട്ട് പോയിരുന്നു. പക്ഷെ അവിടെ ഒരു വിശേഷമായ ഒരു കാര്യത്താൽ, ഒരു വിശേഷ ശക്തിയാൽ ഒരു മായ പ്രയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? മോഹിപ്പിച്ചു. കാരണം വൃന്ദയുടെ മനസ്സിലേക്ക് ആ നിൽക്കുന്ന ഒരു വ്യക്തിയിലേക്കൊരു മോഹമുദിച്ചു. ആ വ്യക്തി എനിക്ക് വേണം, അതെനിക്ക് ആവശ്യമുണ്ട് എന്നുള്ളൊരു മോഹം മനസ്സിലേക്ക് വന്നതു മുതൽ പാതിവൃത്യം നശിപ്പിച്ചു. ഇവിടെ ബൈബിളിൽ ഗുരു എപ്പോഴും എന്തിനാണ് ഗുരു ബൈബിളിലെ കാര്യം കൂടി പറയുന്നത്? കാരണം ഇവിടെ ഒരുപാട് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർ ഈ പ്രഭാഷണം കേൾക്കുന്നവരുണ്ട്. ഗുരുവിന് വാട്സാപ്പിൽ കൂടി അവർ മറുപടി തരാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഗുരു അതും കൂടി ഇടയ്ക്ക് പറയുന്നത്. ഇവിടെ ബൈബിളിൽ യേശു ക്രിസ്തു പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞ വ്യഭിചാരം നമ്മൾ ആവേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ദുഷ്ടലാക്കോടു കൂടിയോ ഒരു സ്ത്രീയെ നോക്കുന്നത് തന്നെ വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് വ്യഭിചാരം ചെയ്യണമെന്നില്ല, അങ്ങനെ നോക്കുന്നത് തന്നെ, അങ്ങനെ ആ ഒരു ആഗ്രഹത്തോടെ മനസ്സ് വിചാരിക്കുന്നത് തന്നെ അതിന്റെ പാപം നമ്മിലേക്ക് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ തന്നെ മഹാദേവന് നമുക്ക് പറഞ്ഞു തരുന്ന എന്തുവാണ്? ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കഥയിൽ ഇവിടെ ഇങ്ങനെ ചെയ്തത് അതാണ്. ഒരു മോഹം മനസ്സിലുണ്ടായി. ആ മോഹം ആവേശത്തോടെ, ആഗ്രഹത്തോടെ ആ വിഷ്ണുവിന്റെ മായാരൂപത്തിൽ നോക്കി നിന്നപ്പോൾ അവിടെ ഭർത്താവിന്റെ സ്ഥാനത്ത്, ഭർത്താവിനെ ഏത് രീതിയിലാണോ കാണുന്നത് അതേ രീതിയിൽ മറ്റൊരു പുരുഷനെ സങ്കല്പിച്ചപ്പോൾ പാതിവൃത്യം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അല്ലാതെ വിഷ്ണു ഭഗവാൻ ആ സ്ത്രീയോട് കൂടെ ആയിരുന്നു എന്നുള്ളതല്ല. അവിടെ അത്തരത്തില് ഒരു മോഹം മനസ്സിൽ ഉദിച്ചു എന്നാണ് പറയുന്നത്. അതവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വൃന്ദയെ അവിടെ മനസ്സിലേക്ക് ഒരു മോഹം ഉദിപ്പിച്ചുകൊണ്ട് ആ പാതിവൃത്യം നശിപ്പിച്ചു. ഇങ്ങനെയാണ് പാതിവൃത്യത്തെ നശിപ്പിക്കുന്നത്. മറ്റൊരു പുരുഷനെ ആഗ്രഹം ജനിപ്പിക്കുക. അപ്പോൾ ആ നിമിഷം തന്നെ അത് നശിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? അതോടുകൂടി എല്ലാവരും കൂടി ചേർന്ന് ജലന്ധരനെ തോൽപ്പിച്ചു. അനേക കാലം നീണ്ടുനിന്ന ദേവാസുര യുദ്ധം നിമിഷ നേരം കൊണ്ട് അവസാനിച്ചു. വിജയികളായ ദേവന്മാർ ഭഗവാനെ സ്തുതിച്ച് അനുഗ്രഹം വാങ്ങി മടങ്ങി. എന്നാൽ ജലന്ധരന്റെ ഭാര്യ വൃന്ദയാകട്ടെ തന്റെ പാതിവൃത്യം നശിപ്പിച്ചതിൽ കുപിതയായി വിഷ്ണുവിനെ ശപിച്ചുകൊണ്ട് അഗ്നിപ്രവേശനം ചെയ്തു. ഇനിയാണ് കഥയുടെ യഥാർത്ഥമായ ഒരു വശം മനസ്സിലാക്കാൻ പോകുന്നത്. ഈ കഥ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ വിഷ്ണുവിനെ ശപിച്ചുകൊണ്ട് അഗ്നിപ്രവേശം ചെയ്തു. വൃന്ദയുടെ ശാപത്താൽ ഭഗവാൻ വിഷ്ണുവിന് ഭ്രാന്തു പിടിച്ചു എന്ന് പറഞ്ഞ് ഭഗവാൻ വിഷ്ണു മുടിയും താടിയും ഒക്കെ വളർത്തി ഭ്രാന്തനെ പോയി ആയി എന്നുള്ളതല്ല.
സൃഷ്ടി നടത്തുന്നുണ്ട്. സ്ഥിതിയെ യഥാസ്ഥാനത്ത് നിലനിർത്താൻ പറ്റാതായി, എല്ലാം വികലമായ സ്ഥിതിയിലായി, ഒന്നിനും ഒരു നിലനിൽപ്പില്ലാതായി, സ്തുതിയില്ലാതായി, എല്ലാം ഒരു ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു അവസ്ഥയായി, എല്ലാത്തിനും ഒരു ഭ്രാന്ത് പിടിച്ച പോലത്തെ അവസ്ഥയിലേക്ക് എത്തി. അതാണ് ഇവിടെ പറയുന്നത്. ദുഃഖിതരായ ദേവന്മാർ വീണ്ടും കൈലാസത്തിലെത്തി ശിവനെ സ്തുതിച്ചു. ഭഗവാൻ പ്രസന്നനായി ദേവിയെ സ്തുതിക്കാൻ ദേവന്മാരോട് നിർദ്ദേശിച്ചു. എന്റെ കയ്യിലൊന്നുമല്ല, അത് പ്രകൃതിയിൽ നിൽക്കുന്ന കാര്യമാണ്, ദേവിയോട് സ്തുതിക്കാൻ പറഞ്ഞു. അങ്ങനെ ദേവിയെ സ്തുതിച്ചു. അതനുസരിച്ച് ദേവന്മാർ ഒത്തുചേർന്ന് ദേവിയെ സ്തുതിച്ച് പ്രസന്നയാക്കി. ദേവി ഏതാനും വിത്തുകൾ നൽകിയിട്ട് ദേവന്മാരോട് അത് കൊണ്ടുപോയി വൃന്ദയുടെ ചിതാഭൂമിയിൽ വിതയ്ക്കുവാൻ പറഞ്ഞു. ദേവന്മാർ ആ വിത്തുകൾ വൃന്ദയുടെ ചിതയിൽ വിതച്ചു. അവയിൽ നിന്ന് 3 ഔഷധികൾ ഉണ്ടായി. ആ ഔഷധികളാണ് ഈ പറയുന്നത്. 1 നെല്ലി, നമ്മൾ കഴിക്കുന്ന നെല്ലിക്ക. 2 മുല്ല, നല്ല മണമുള്ള മുല്ലപ്പൂ തരുന്ന മുല്ല. 3 തുളസി. ഈ 3ഉം ഉണ്ടായിരിക്കുന്നത് ആ വൃന്ദ എന്ന് പറയുന്ന പതിവ്രതയുടെ ചിതാഭൂമിയിൽ നിന്നുമാണ്. ഇവയെ കണ്ടും തുളസിയും നെല്ലിയും കൊണ്ട് പൂജ നടത്തിയും വിഷ്ണു ഭഗവാൻ ഭ്രാന്തിൽ നിന്നും മോചിതനായി. ഇവിടെ പണ്ടുള്ള ആൾക്കാർ പറയുന്ന കേട്ടില്ല, അവന്റെ തലയിൽ നെല്ലിക്കാ തളം വെക്കണമെന്ന്. ഈ നെല്ലിക്കാ തളം എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ മുല്ല, ചില വൈദ്യ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവർക്കറിയാം. തുളസി, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. തുളസി ഭഗവാന് പ്രിയപ്പെട്ടതാണ്, വിഷ്ണു ഭഗവാന് പ്രിയം തുളസി ആകുന്നതും. പിന്നെ അങ്ങനെയാണ് ഈ പണ്ടുള്ളവർക്ക് ഗുരു നേരത്തെ പറഞ്ഞ പോലെ തലയിൽ നെല്ലിക്കാ തളം വയ്ക്കുന്നു, വെച്ചുകൂടെ എന്നൊക്കെ കളിയാക്കി പറയുന്നില്ലേ. അത് ഇങ്ങനെ ഈ ഒരു കഥയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം വിഷ്ണു ഭഗവാന്റെ ഭ്രാന്ത് മാറ്റുവാൻ നെല്ലിക്കയ്ക്ക് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഭവനത്തിൽ ആരെങ്കിലും കുസൃതി കാണിക്കുകയോ എന്തെങ്കിലും മണ്ടത്തരം പറയുകയോ ചെയ്യുമ്പോൾ കാരണവർ തലയ്ക്ക് നെല്ലിക്കാ തളം വെച്ചുകൊടു എന്ന് പറയുന്ന അത്തരത്തിലൊരു കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ നെല്ലി, മുല്ല, തുളസി, ഈ 3ഉം യഥാവിധി അതിന്റെ ഇതനുസരിച്ചു കൊണ്ട് തന്നെ ഇവിടെ പൂജ നടത്തിയെന്ന് പറയുന്നു. അതിന്റെ കൂടെ മറ്റു പല ഔഷധക്കൂട്ടുകളുമുണ്ട്. എത്ര ആ ഒരു ഭ്രാന്തമായ മനുഷ്യന്റെ അവസ്ഥയെയും ചില പ്രത്യേക ചികിത്സയിൽ കൂടിയും നസ്യരീതികളിൽ കൂടിയും നസ്യത്തിൽ കൂടിയും ഇവ ഉപയോഗിച്ച് തലയിൽ ചെയ്യുന്നത് പുരട്ടുന്നത് മൂലയും ഒക്കെയും ആ ഒരു അസ്വസ്ഥതയെ മാറ്റിയെടുക്കുവാനും കഴിയുന്ന ഒരു ഔഷധം കൂടിയാണ്. ഇത് 3ഉം കൂടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം ഔഷധം എന്ന് പറയുന്നത്. മറ്റു പലതുകൊണ്ട് ഗുരു ഒരു വൈദ്യനല്ല, അതുകൊണ്ടത് പറയുന്നില്ല. വൈദ്യന്മാർക്ക് അത് കാര്യങ്ങൾ അറിയാം. നല്ല വൈദ്യന്മാരുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അറിയാം. അങ്ങനെ ഇവയെ കണ്ടും തുളസിയും നെല്ലിയും കൊണ്ട് പൂജ നടത്തിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പൂജ നടത്തുവാൻ ഏതാ ഉപയോഗിച്ചിരുന്നത്? തുളസിയും നെല്ലിയും. അത് ഈ തുളസിയും നെല്ലിയും കൂടെ നമ്മൾ വെറുതെ ഒരു തുളസിയിലെയും ഒരു നെല്ലിക്കായുടെ ഇച്ചിരിയും കൂടെ കഴിച്ചാൽ വളരെ നല്ലതാണ്. ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് കഴിക്കുന്നത് അതൊക്കെ നല്ലതാണ്. അപ്പോൾ അവിടെ പൂജ നടത്തി എന്ന് പറയുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കാണുന്നു, രാവിലെയും വൈകുന്നേരവും കാണുന്നു. ഈ കാണുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിന്ന് പ്രത്യേകിച്ച് നെല്ലിയുടെ ചൂടിലിരിക്കുമ്പോൾ അതിനതിൻ്റെതായ ഒരു തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മക്കളെ. നെല്ലിമരത്തിന്റെ കീഴിൽ നെല്ലിയുടെ ഇല തന്നെ ഔഷധമാണ്. അങ്ങനെ അവ കണ്ടും അവയെ പൂജ നടത്തിയും വിഷ്ണു ഭഗവാൻ ആ ഭ്രാന്തിൽ നിന്ന് മോചിതരായി. ഭഗവാൻ ശങ്കരൻ ജലന്ധരനെ വധിക്കാൻ വേണ്ടി കാലിലെ പെരുവിരൽ കൊണ്ട് ജലത്തിൽ വച്ച് നിർമ്മിച്ച ആയുധമാണ് സുദർശന ചക്രം. ഇതും കൂടി മനസ്സിലാക്കുക. ഭഗവാൻ ശങ്കരൻ ജലന്ധരനെ ചക്രം കൊണ്ടാണ് വധിച്ചത്. അപ്പോൾ അങ്ങനെ ജലന്ധരനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് കാലിലെ നടുവിരൽ, അപ്പോൾ ആദ്യം തള്ളവിരൽ, അത് കഴിഞ്ഞൊരു വിരൽ, അതും കഴിഞ്ഞൊരു വിരൽ കൊണ്ട് എന്ത് ചെയ്തു? ജലത്തിൽ ഇങ്ങനെ ഒരു ചക്രം വരച്ചു ഭഗവാൻ. അതാണ് സുദർശന ചക്രം. ആ ചക്രമാണ്, അതുപയോഗിച്ചാണ് ഭഗവാൻ ശിവൻ ജലന്ധരനെ വധിച്ചത്. അതിനുശേഷം ഭഗവാൻ ആ സുദർശന ചക്രത്തെ വിഷ്ണു ഭഗവാന് നൽകിയിട്ട് പറഞ്ഞു, ഇത് അവിടത്തേക്ക് ഇരിക്കട്ടെ, ആവശ്യം വരുമെന്ന് കരുതിയിട്ട്. അതുകൊണ്ട് നമ്മൾ സുദർശന ചക്രമൊക്കെ വെച്ച് വിഷ്ണു ഭഗവാനെ കാണുമ്പോൾ ഓർക്കണം, അത് ജലന്ധരനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്റെ കാലിലെ നടുവിരൽ കൊണ്ട് ജലത്തിൽ വരച്ച് നിർമ്മിച്ചതാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ അത് ഭഗവാനും നൽകി. ഇതാണ് ജലന്ധരന്റെ കഥ. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അപ്പോൾ ഈ കഥയിൽ നിന്ന് 3 കാര്യങ്ങൾ ഗുരു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. 1, ഭഗവാനെ തിരിച്ചറിയാത്ത മനസ്സ് എന്ത് ചെയ്യുന്നു? ആസുരിക ഭാവങ്ങളെ സൃഷ്ടിക്കുന്നു. ഭഗവാനെ തിരിച്ചറിയാത്ത മനസ്സ് ആസുരിക ഭാവത്തെ സൃഷ്ടിക്കുകയും അത് ചിലപ്പോൾ ഭൂമിക്ക് തന്നെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഭഗവാനെ തിരിച്ചറിയണം. ഒരു മനസ്സ് മതി. അതാണ് ഇന്ദ്രനെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ രാജാവാണ് മനസ്സ്. അതുകൊണ്ടാണ് മനസ്സിനെ ഇന്ദ്രൻ, ദേവേന്ദ്രൻ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ആ മനസ്സുകളെല്ലാം കൂടി ഭഗവാനെ തിരിച്ചറിയാത്തൊരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും?
അവിടെ ഇതുപോലെ ഇരുളടഞ്ഞ അസുരന്മാരുണ്ടാവുകയും ഒക്കെയും ചെയ്യും. അതുപോലെ തന്നെയാണ് പാതിവൃത്യം എന്ന് പറയുന്ന ഒരു കാര്യം. അതിന്റെ മഹത്വത്തെക്കുറിച്ചും ഭഗവാൻ ഇവിടെ ഈ കഥയിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ചില ദിവ്യ ഔഷധമായിട്ട് നെല്ലി, മുല്ല, തുളസി എന്നിവയെയും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിനെ എപ്പോഴും ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുക. എല്ലാവരുടെയും മനസ്സ് എപ്പോഴും ഭഗവാനിൽ ഉറച്ചു തന്നെ നിൽക്കട്ടെ. ഓം ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ. ഭഗവാനേ